നമ്മൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലകത്തേക്കാണ്. അമ്മ ഒശേരായിട്ട് അമ്മ ഇവിടെ നിൽക്കുന്നു. തൊഴാൻ വന്നാണ്. ഓ സന്തോഷം സന്തോഷം. ഓക്കെ, അപ്പോ ഓക്കെ അല്ലേ? ശരി ശരി ശരി. അപ്പൊ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ ഓ യെസ് 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 യെസ്, വളരെ സന്തോഷം. ആ സന്തോഷം സന്തോഷം. ആ ഹസ്ബൻഡ് എവിടെ? പണിക്കർ സാറിന്റെ വൈഫ്. എന്റെ പൊന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. പണിക്കർ സാറ് കുറെ കാലമായിട്ടൊക്കെ പരിചയം, കുറച്ചു കാലമായി കണ്ടിട്ട്. പക്ഷേ അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് എനിക്ക് പക്ഷേ ഗാന്ധിജി നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഭയങ്കര സ്പീഡിലാണ് ഗാന്ധിജി നടന്നിട്ടുള്ളത്. നമ്മളെ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറുമ്പോഴേ. എല്ലാവരും സുഖമാണോ? സുഖമാണല്ലോ അല്ലേ? നിങ്ങളൊക്കെ ഗംഭീരമായി. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വേഗം നടക്കാം. അപ്പൊ നമുക്ക് ഓക്കെ ഓക്കെ, നമുക്ക് കൊടിയർച്ചന എവിടെ നടക്കുന്നത്? ഇവിടെയാണ്. ഇവിടെയാണല്ലേ? ഓ അവിടെ വരെ പോയിന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഓക്കെ, സുഖമാണല്ലോ? എല്ലാവർക്കും സുഖമാണല്ലോ? ആ സന്തോഷം സന്തോഷം. ആ ആ താലപ്പൂരിന്റെ മറ്റേ ഏറ്റവും നവോത്ഥാനപരമായി ഓക്കെ. അപ്പൊ ഈ അമ്മമാർക്കൊക്കെ കാണുമ്പോ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്നെ കാണാതിരിക്കുമ്പോ സന്തോഷമാണ്. ഓക്കെ, ഇടി പറ്റിയോ? ഓക്കെ റെഡി. അപ്പൊ ഇതാണ്. അപ്പൊ ഒന്ന് പറഞ്ഞു. ഇതാണ് കോടിയർച്ചന നടക്കുന്നത്. ഇവിടെ രാവിലെ 4:30 ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും. 4 തൊട്ട് ഒരു 5:30 വരെ വേദജപങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോഴത്തേക്ക് അർച്ചന തുടങ്ങും. 51 വേദ പണ്ഡിതരാണ്, ആചാര്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. തന്ത്രിമാരും കൂടിയിട്ടാണ് അർച്ചന ചെയ്യുന്നത്. വേദസാര ശിവസഹസ്രനാമം എന്ന 1008 നാമങ്ങളാണ് ഉരുവിടുന്നത്. ഏകദേശം ഒരു ദിവസം ഒരു 4.5 ലക്ഷത്തോളം പ്രാവശ്യം ഇത് ജപിക്കും. അങ്ങനെ 27 ദിവസം കൊണ്ട് 1 കോടി ആവും. അതാണ് പൂർത്തിയാവും. അതാണ് ഒരു കോടി അർച്ചന. അപ്പൊ അദ്ദേഹം അത് ഏരിയ. നമസ്കാരം, സന്തോഷം അങ്ങേ കാണാൻ പറ്റിയതിൽ. താങ്ക് യു അമ്മ. സന്തോഷമാണല്ലോ. അപ്പൊ നമുക്ക് ഇനി തിരിച്ചു നമുക്ക് ഗോപി ദണ്ഡി യാത്ര ഓർപ്പിച്ചില്ല, ഒരു ഒറ്റ നടത്താം നമ്മള് കേട്ടോ. ഓക്കെ ശരി. അതിന് ഏറ്റവും ഇത് പ്രധാനപ്പെട്ട സുഖല്ലേ? എല്ലാവർക്കും സുഖമാണല്ലോ? ജാതി എല്ലാവരും സന്തോഷം. ഓക്കെ ഓക്കെ. ജാതി താലപ്പൊലി സമ്പ്രദായം നിർത്തലാക്കി. ജാതി താലപ്പൊലി എന്ന് പറയുമ്പോ അങ്ങനെ ഓരോ ഇവിടെയല്ലേ? നല്ല വിശേഷം സാർ. ഇവിടെ വൈക്കത്തൊക്കെ നമ്മൾ നേരിട്ട് കാണുമെന്ന് വിചാരിച്ചോ? അതെ, നമ്മൾ വിചാരിക്കാത്തൊക്കെ സംഭവിക്കില്ലോ അല്ലേ? ഓക്കെ സന്തോഷം. സാറേ, ഈ കോടിയർച്ചന വടക്കോടത്തുപാട്ട് കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് ആ ഒരു ജാതിയുടെ ആ ഒരു നമുക്കൊരു കാര്യം. ഇന്നിപ്പോ നമ്മൾ വേറെ ദൗത്യമായിട്ട് ഇറങ്ങിയോണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. വിശദമായിട്ട് ഒരിക്കൽ വൈക്കം ക്ഷേത്രം കവർ ചെയ്യാൻ നമുക്ക് വരാം. നമ്മുടെ ചാനലിലൂടെ വൈക്കം ക്ഷേത്രത്തെ കുറിച്ചൊരു ഡോക്യുമെന്ററി നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും. അത് മതിയല്ലോ? ഓക്കെ. 2-ാം തീയതി ഇവിടെ തുടങ്ങും. ഏപ്രിൽ 13-ാം തീയതി, അതായത് അതാണ് ഏറ്റവും വലിയ രാവിലെ തൊട്ടുള്ള കളം ഇവിടെ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ ചടങ്ങ് ഇവിടുത്തെ. നമുക്കൊരു കാര്യം, ജാതി വിശദമായിട്ട് നമുക്ക് കവർ ചെയ്യാം. താങ്ക് യു. ഓക്കെ ഓക്കെ.